റംല, നൂറ. മാഡം, റംലല്ല, റാഹില. അത് തന്നെ ഞാൻ പറഞ്ഞ പേര്, റാഹില. ഈ പേര് നീ ഓർത്തു വെച്ചോ, ഇനി മറക്കാൻ പാടില്ല. ചാരു നിസ്സാരക്കാരിയല്ല. അതെനിക്കറിയാം മാഡം. അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവളുടെ മുന്നിൽ തലവെച്ചു കൊടുത്തിട്ടല്ലേ വന്നത്. ഓക്കെ, നിന്റെ കൂടെയുള്ളവരെത്തിയോ? എല്ലാരും എത്തി മാഡം. കാറ്ററിംഗ് സർവീസിൽ 3 പേരുണ്ട്. പിന്നെ ബൗൺസേഴ്സ്, അത് നമ്മുടെ പിള്ളേരാ. അതുകൂടാതെ ഗസ്റ്റ് ആയിട്ടൊരു 10 പേരുമുണ്ട്. മാഡം എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, പിള്ളേരിറങ്ങി പണിതോളും. മാഷിനെയും ചാരുവിനെയും ഇവിടെ കൊണ്ടുവരാനാ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ അവർ രണ്ടുപേരും ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ഇവിടെ എത്തി. അവരെ നമ്മൾ കുറച്ചു കാണാൻ പാടില്ല. ചാരുവിന്റെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്, അതെന്താണെന്ന് അറിയണം. ഇപ്പൊ ഹാളിലേക്ക് എത്തി ആരും പുറത്തേക്ക് പോവരുത്. നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുത്തിയതുപോലെ അവരും ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. ഓ, ഓക്കെ മാഡം, എല്ലാരും ഞാൻ വാച്ച് ചെയ്തോളാം. പോരെ? ശരി, എന്നാ പോയിക്കോ. ഓക്കെ മാഡം. ഹായ്, ആ രണ്ടുപേരും എപ്പോ വന്നു? ഇപ്പൊ എത്തി. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. പോയിട്ട് വാ. ആ രാജേശ്വരി എപ്പോ വന്നു ചേച്ചി? അങ്ങോട്ടിരിക്കെ. നമസ്കാരം. സുഗുണൻ സാറേ, അങ്ങോട്ടിരിക്കാം. രാജി. ഹേമേ. രാജി, നമ്മുടെ അരവിന്ദ് എത്താറായി കേട്ടോ. അവനെ സ്വീകരിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. വാ രാജി, നമുക്ക് പോവാം. വാ മോനെ. വാ. വാ.